ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളെല്ലാവരെയും നേരിട്ട് കണ്ട് ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഇൻട്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം ആണല്ലോ പ്രഥമൻ. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചെറുപയർ പരിപ്പ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ ഒരു 350 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളം സ്ട്രെയിൻ ചെയ്യണം. ആദ്യം തന്നെ ചെറുപയർ പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഈ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം ബ്രൗൺ കളർ ആവണ്ട, അധികം ആയാൽ ഇത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഈ പരിപ്പ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 7 ശർക്കര ചതച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. ഉരുളിയിലാണ് ഞാൻ പ്രഥമൻ വെക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഉരുളിയിലേക്ക് മാറ്റാം. ഇത് ഉരുളിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടെ ചേർക്കാം. ശർക്കര ഇതുപോലെ നല്ലോണം അരിച്ചെടുക്കണം. അരിക്കാതെ ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്, കാരണം അതിൽ അത്രയും ഇമ്പ്യൂരിറ്റീസ് കാണും. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ ശർക്കര പാനി അരിച്ചെടുക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നമ്മൾ ഈ കടപ്പുറത്തൊക്കെ കാണുന്ന ഷെല്ലില്ലേ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കണം. ഞാനിവിടെ 2 തേങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് ഞാൻ ഇവിടെ ഇത് കുറുക്കിയെടുക്കുന്നത്. ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇങ്ങനെ കുറുകി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർക്കുക. 1ാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് കോരിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്